നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാകും, ഇമെയിൽ ഐ ഡി, അതായത് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാകും. എന്നാൽ ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിൽ പലപ്പോഴും നമ്മൾ ആ ഒരു ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ മറ്റെവിടെയും നമ്മുടെ ഇമെയിൽ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിനകത്ത് ഒരു പുതിയ ഫീച്ചർ എത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഈ അടുത്ത കാലത്ത് ജിമെയിൽ അവതരിപ്പിച്ച ഏറ്റവും മികച്ച ഫീച്ചറിൽപ്പെട്ട ഒരു ഫീച്ചറാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്ന ആ ഒരു ഫീച്ചർ അതേതാണ്, എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫീച്ചർ എന്താണെന്ന് കാണിച്ചിരുന്നതിന് വേണ്ടി ഞാനിവിടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ ജിമെയിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനിലാണ് നമുക്കിത് കാണാൻ സാധിക്കുക. നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിച്ച് വെക്കേണ്ട എന്തെങ്കിലും മെയിലുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട മെയിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടുള്ള മെയിലാണെങ്കിൽ അത് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമുക്ക് ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇവിടെ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്കിത് ആഡ് സ്റ്റാർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാമായിരുന്നു. എന്നാൽ ഇങ്ങനെ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തിരഞ്ഞു പിടിച്ച് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. സ്റ്റാർ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാൽ പുതിയ ഫീച്ചറിൽ നമ്മുടെ ജിമെയിൽ ആപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് 3 ലൈന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഇവിടെ കാണാം പുതിയൊരു ഓപ്ഷനായിട്ട് ക്രിയേറ്റ് ലേബൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ അവസാനം ന്യൂ എന്ന് കാണാൻ സാധിക്കും. ഞാനതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഒരു പേര് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മെയിൽ ഐ ഡികളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ബാങ്കുമായി ബന്ധപ്പെട്ട മെയിലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ബാങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബാങ്കിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട മെസ്സേജുകൾ എനിക്ക് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായി കാണാൻ സാധിക്കുക. അപ്പോൾ അതെങ്ങനെ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഫോൾഡർ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡോക്യുമെൻറ്റുകൾ വരുന്ന മെയിൽ ഐ ഡി ആണെങ്കിൽ ഡോക്യുമെൻറ്റുകൾ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻ്റ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഇവിടെ താഴെ കാണാം. ഞാനിപ്പോൾ ബാങ്ക് എന്നുള്ള ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് മെയിലുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്യാം. SBIയിൽ നിന്ന് എനിക്ക് വന്ന കുറേ മെസ്സേജുകളുണ്ട്. ഞാനത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് മെയിൽ മെസ്സേജുകളൊക്കെ നമുക്ക് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സെലക്ട് ആകും. ഞാൻ കാണിച്ചു തരുന്നതിന് വേണ്ടി 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ വലതു ഭാഗത്ത് ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. നമ്മൾ സെലക്ട് ചെയ്ത നമുക്ക് മെയിലുകൾ സെലക്ട് ചെയ്ത ശേഷം ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണും. ഇവിടെ കാണാം ലേബൽ ആസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം 2 ഫോൾഡർ. ഒന്ന് ഓൾറെഡി നമ്മുടെ ഈ മെയിലിൽ തന്നെ തരുന്നൊരു ഫോൾഡറാണ് ഇൻബോക്സ് എന്നുള്ളത്. നമുക്കത് വേണ്ട, കാരണം നമ്മൾ നേരത്തെ ഇവിടെ ബാങ്ക് എന്നുള്ളൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ആ ഒരു ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ഫോൾഡറിലേക്ക് ആ ഒരു മെസ്സേജ് പോയി. ഇനി ഇവിടെ തിരഞ്ഞ് നമുക്ക് ആ മെസ്സേജ് കാണില്ല, കാരണം നമ്മൾ അത് മൂവ് ചെയ്ത് മറ്റൊരു ഫോൾഡറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതെങ്ങനെ കിട്ടുക എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഇടത് ഭാഗത്തുള്ള 3 ലൈന് ക്ലിക്ക് ചെയ്താൽ നേരെ താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ ക്രിയേറ്റ് ലേബൽ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ളത്. അതിന് നേരെ താഴെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ കാണും. ഞാനിവിടെ ബാങ്ക് എന്നുള്ള ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തത്. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന 3 മെസ്സേജ് ഇവിടെ ബാങ്കിൽ നിന്നുള്ള 3 മെസ്സേജ് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് എവിടെയും പോയി തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓരോ ഫോൾഡറുകളാക്കി മെയിലുകൾ സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യം ജിമെയിലകത്തുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.